ഓക്കെ, അപ്പൊ നമുക്കിന്ന് 17ാമത്തെ ലെസൺ ആണ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നത്. എടുത്തുചാട്ടം നന്നല്ല. എന്താണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലായ? ആ പാഠഭാഗം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിലായത്? ഒരു കാര്യവും നമ്മള് എന്ത് ചെയ്യാൻ പാടില്ല, ആരെ അറിയാതെ പഴിചാരാൻ പാടില്ല അല്ലെ. എടുത്തുചാട്ടം ഒന്നിനും പരിഹാരമല്ല. എല്ലാം ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കണം അല്ലെ. ഏത് കാര്യത്തിലും നമ്മൾ എന്ത് ചെയ്യണം? ആലോചിച്ചിട്ട് മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. എടുത്തുചാട്ടം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നന്നല്ല എന്നാണ് ഉള്ളൊരു ഗുണപാഠാണ് നമ്മൾ ഇതിൽ പഠിച്ചത് അല്ലെ. അപ്പൊ അറിയാതെ എന്ത് ചെയ്തു? അങ്ങോട്ടും ഇങ്ങോട്ടും സംശയത്തിന്റെ പേരിൽ അവര് പഴിചാരി കുറ്റം ചെയ്തു എന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെ തല്ലും പിടിയായി. അതാണ് കഥ. അപ്പൊ എന്ത് ചെയ്തു? അനിയത്തി വന്ന് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നത് അല്ലെ. അപ്പൊ കുറ്റം ചെയ്യാതെ കുറ്റക്കാരനാക്കുന്നത് അല്ലെ. ഓക്കെ, ഒന്നിന്റെയും എന്താണ് അച്ഛൻ അതിൽ പറയുന്നത്? ആരും കുറ്റം ചെയ്തില്ല. കാര്യമറിയാതെ ആരിലും കുറ്റം ചുമത്തരുത്. അതാ കുഴപ്പം. കുറ്റം ചെയ്യാത്തവനെ കുറ്റക്കാരനായി വിധിക്കരുത് അല്ലെ. കുറ്റം ചെയ്യാത്ത ആളെ ഒരിക്കലും നമ്മൾ കുറ്റക്കാരനായി വിധിക്കരുത് അല്ലെ. അപ്പോൾ ശരിയായ നിജസ്ഥിതി അറിഞ്ഞു മാത്രമേ ഏത് കാര്യത്തിലും നമ്മളൊരു തീരുമാനം എടുക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത് അല്ലെ. എടുത്തുചാട്ടം ഒന്നിനും പരിഹാരമല്ല അല്ലെ. ആലോചിച്ച് മാത്രം നിങ്ങൾ പ്രവർത്തിക്കുക. അപ്പൊ നമുക്ക് അതിന്റെ എത്രയാണ് വർക്ക്? കുറച്ചേ ഉള്ളൂ അല്ലെ. അതില് എന്താണ് പ്രവർത്തനങ്ങളിലെ ആക്ടിവിറ്റീസിൽ ഒന്നാമത്തത് അർത്ഥം അറിയാം എന്നാണ് അല്ലെ. അർത്ഥം എന്തൊക്കെയാണ്? കർഷകൻ, എന്താ അർത്ഥം? കൃഷിക്കാരൻ. കർഷകൻ, കൃഷിക്കാരൻ. തമ്മിൽ തല്ലുക, അടിപിടി. തമ്മിൽ തല്ലുക പറഞ്ഞ അടിപിടി കൂടുക. പിന്നെ വരുന്നത് ഉത്തരം പറയാം എന്നാണ്. അതില് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? രഘുവും ബാലുവും തമ്മിൽ വഴക്കടിച്ചത് എന്തിനായിരുന്നു? രഘുവും ബാലുവും തമ്മിൽ വഴക്കടിച്ചത് എന്തിനായിരുന്നു? ബാലുവിന്റെ ആനനെ നശിപ്പിച്ചത്. ബാലു മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു ആന ഉണ്ടായിരുന്നു. ആ ആനയെ നശിപ്പിച്ചത് കൊണ്ടാണ് ബാലുവും തമ്മിൽ വഴക്കടിച്ചത്. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അവരെ തടയാൻ ചെന്നത് ആരാണ്? ആരാണ് അവരെ തടയാൻ ചെന്നത്? ബീന. സഹോദരിയായ ബീനയായിരുന്നു അവരെ തടയാൻ ചെന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ബാലു കളിമണ്ണ് കൊണ്ട് എന്താണ് ഉണ്ടാക്കിയത്? എന്താണ് ഉണ്ടാക്കിയത്? ആനയെ അല്ലേ. ഓക്കെ. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ, രഘുവിന്റെ തത്തക്കൂടിന് എന്തു പറ്റി എന്നാണ് ബീന പറഞ്ഞത്? നിലത്ത് വീണ് ഉടഞ്ഞു പോയി അല്ലെ. പൊട്ടി കൂട് നശിച്ചു പോയി. അഞ്ചാമത്തത്, കൊമ്പനാനയെ നശിപ്പിച്ചത് ആരാണ്? ഓക്കെ, അവരുടെ വീട്ടിലെ പട്ടിയായിരുന്നു അല്ലെ കൊമ്പനാനയെ നശിപ്പിച്ചത്. നെക്സ്റ്റ്, തത്തക്കൂട് ആരാണ് നശിപ്പിച്ചത്? തത്തയ്ക്ക് എന്തു പറ്റി? അച്ഛൻ അറിയാതെ അല്ലേ. കൂടിന്റെ മുകളിൽ ചെന്നിട്ട് വീണിട്ട് തത്ത പറന്നകന്നു. ഓക്കെ, അപ്പൊ തത്ത കൂട് അറിയാതെ വിറകെടുക്കുന്ന സമയത്താണ് തട്ടിയിട്ട് അത് വീണ് പൊട്ടിപ്പോയത് അല്ലെ. തത്ത രക്ഷപ്പെട്ടു പോയി. നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഈ പാഠത്തിന്റെ ഗുണപാഠം എന്ത്? അതാണ് ഇപ്പൊ മിസ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്ത്? ഈ പാഠത്തിൽ കാര്യമറിയാതെ എന്ത് ചെയ്യാൻ പാടില്ല? ആരെയും നമ്മള് കുറ്റക്കാരായി. ഓക്കെ, കുറ്റം ചെയ്യാത്തവനെ കുറ്റക്കാരായി വിധിക്കരുത്. അതാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഗുണപാഠം അല്ലെ. ഓരോ കഥയിലും നിങ്ങൾ മലയാളത്തിന്റെ ആയാലും ഇംഗ്ലീഷിന്റെ ആയാലും ഓരോ കഥ പഠിക്കുമ്പോഴും നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു കഥയായാലും ഒരു പോയമായാലും നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് ഒരു ഗുണപാഠം തരുന്നുണ്ട്. ആ ഗുണപാഠമാണ് നമുക്ക് ഇതിൽ നിന്ന് പ്രചോദനമാവേണ്ടത്. ഇപ്പൊ നമ്മൾ ദേശാഭിമാനികളെ പറ്റി, അതായത് ഗാന്ധിജി, സുഭാഷ് ചന്ദ്രബോസ്, ഇങ്ങനെയുള്ള കുറെ നേതാക്കന്മാരെ പറ്റി നമ്മൾ പഠിക്കും. എന്തിനാ? നമ്മുടെ രാഷ്ട്രത്തോട് നമ്മൾ കൂറുള്ളവരായിട്ട് വളരണം അല്ലെ, അവരെ പോലെ. അതിനുവേണ്ടി. അതുപോലെ നല്ല പ്രവൃത്തികൾ, നമ്മൾ ഓരോ പാഠത്തിനും ഓരോ ഗുണപാഠം പഠിച്ചുകൊണ്ടിരുന്നു അല്ലെ. അതെടുത്ത് പറയാറുണ്ട്. അപ്പൊ ഇതില് നമ്മൾ പഠിക്കുന്നത് എന്താണ്? കാര്യമറിയാതെ ആരിലും കുറ്റം ചുമത്തരുത്. പിന്നെ എങ്ങനെയാ? കുറ്റം ചെയ്യാത്തവനെ ഒരിക്കലും നമ്മൾ കുറ്റക്കാരനായി വിധിക്കരുത് അല്ലെ. ഇതാണ്. അതുപോലെ എടുത്തുചാട്ടം ഒന്നിനും പരിഹാരമല്ല. എല്ലാം ആലോചിച്ച് ചിന്തിച്ച് മാത്രമേ നമ്മൾ ഒരു കാര്യത്തിലും ഏർപ്പെടരുത്. ആ ഒരു ഗുണപാഠാണ് നമുക്കതിൽ നിന്ന് കിട്ടുന്നത്.
ഓക്കെ. നെക്സ്റ്റ് വരുന്ന മൂന്നാമത്തത് ചേരുംപടി ചേർക്കാമാണ്. ചേരുംപടി ചേർക്കുക. ഒന്ന് ചേരുംപടി ചേർക്കുന്നത് ആദ്യം മുതൽ പറഞ്ഞേ. ആന. നേരെ എന്താണ്? നായയാണോ, ശിരസാണോ, കരം ആണോ, കരി ആണോ, നേത്രമാണോ, ശുഖമാണോ? എന്ത്? കരി. ഓക്കെ, കരി. കരിയിലേക്ക് നല്ല സ്കൈല് വെച്ചൊന്ന് മാച്ച് ചെയ്തേ. ഇങ്ങനെ വരച്ചു കൂട്ടണം. നല്ല സ്കൈല് വെച്ച് മാച്ച് ചെയ്തേ. കരി. ആന, കരി. നെക്സ്റ്റ് കണ്ണാണ്. കണ്ണ്. കണ്ണ് ഏതാണ് അതിൽ നിന്ന് ചേരുന്നത്? നേത്രം. ഓക്കെ, കണ്ണിന്റെ അർത്ഥം എന്താ? നേത്രമാണ്. നേത്രം, കണ്ണ്. നേത്ര രോഗങ്ങൾ കേട്ടിട്ടില്ലേ? നേത്ര രോഗങ്ങൾ, കണ്ണ് രോഗങ്ങൾ അല്ലെ? കരി. 1 2 3 4 നാലാമത് വരുന്നതാണത് കരി. അതിലേക്ക് മാച്ച് ചെയ്തോ. നെക്സ്റ്റ് കണ്ണ് ആണ്. നേത്രം. അടുത്തത് തത്ത. ശുഖം. ഓക്കെ, ശുഖം. നായയല്ല, ശിരസല്ല, കരം അല്ല, കരിയല്ല, നേത്രമല്ല. അപ്പൊ ശുഖം. അതാണ് തത്ത. തത്ത, ശുഖം. തത്തക്ക് ശുഖം എന്നും പറയാറുണ്ട്. നെക്സ്റ്റ് പട്ടി. പട്ടി അറിയാലോ? നായ. അതിലേക്ക് മാച്ച് ചെയ്തോ. നായ. ഓക്കെ. പിന്നെ വരുന്നത് തല. തലക്ക് എന്താ പറയുക? ശിരസ്. ശിരസ്. കരം കൈയാണ്. തല, ശിരസ്. തല, ശിരസ്. തെറ്റിക്കരുത്. അതിലേക്ക് എന്നെ മാച്ച് ചെയ്യണം. തല, ശിരസ്. രണ്ടാമത്തതാണ് ശിരസ്. പിന്നെ വരുന്നത് കൈ, കരം. കൈ, കരം. എത്രാമത്തത്? മൂന്നാമത് കാണുന്നതിലേക്ക് മാച്ച്. ലാസ്റ്റ് വണ്ണിപ്പുറത്തത് കൈ, കരം. ഓക്കെ, ഒന്നുകൂടി അത് മിസ് വായിക്കാൻ ശ്രദ്ധിക്കുക. ആന, കരി. കണ്ണ്, നേത്രം. തത്ത, ശുഖം. പട്ടി, നായ. തല, ശിരസ്. കൈ, കരം. കംപ്ലീറ്റ് ആയില്ലേ? ഓക്കെ. തെറ്റിച്ചിട്ടൊന്നും ആരും വരച്ചില്ലല്ലോ. പിന്നെ നമുക്ക് എന്താ പറയുന്നത്? വാക്യത്തെ പ്രയോഗിക്കുക എന്നാണ് അല്ലെ? നമ്മൾ കഴിഞ്ഞ ഏതെല്ലോ പാഠത്തിൽ നമ്മൾ വാക്യം ഉണ്ടാക്കാം എന്ന് പഠിച്ചിട്ടുണ്ട്. വാക്യത്തെ പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു വാക്ക് വെച്ച്, ആ ഒരു പദം വെച്ച് നമ്മൾ ഒരു വാക്യം ഉണ്ടാക്കണം. പരസ്പരം. പരസ്പരം തമ്മിൽ കലഹിക്കുന്നത്, പരസ്പരം തല്ലുകൂടുന്നത് എന്താണ്? ഒരു മോശം പ്രവൃത്തിയാണ് അല്ലെ? ഒരിക്കലും അത് നല്ലതല്ല. അങ്ങനെ വേണമെങ്കിൽ ആക്കാം. അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പരസ്പരം ശത്രുക്കളായിരുന്നു അല്ലെ? വേണമെങ്കിൽ പറയാം നമുക്ക്. അപ്പൊ പരസ്പരം എന്ന് വരുന്ന ഒരു വാക്യം ഉണ്ടാക്കണം. അത്രയേ ഉള്ളൂ അല്ലെ? അത് മിസ് എഴുതി തരാം. നെക്സ്റ്റ് വാവിട്ടു കരയാൻ. വാവിട്ടു കരയാൻ എന്താണ്? കുട്ടി അധ്യാപകന് തല്ല് കിട്ടിയപ്പോൾ വാവിട്ടു കരയാൻ തുടങ്ങി. വേണമെങ്കിൽ അങ്ങനെ പറയാം അല്ലേ? ഓക്കെ, കരയാൻ തുടങ്ങി. കുട്ടി അധ്യാപകന്റെ തല്ല് കിട്ടിയപ്പോൾ വാവിട്ട് കരയാൻ തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. നെക്സ്റ്റ് വരുന്നത് എന്താണ്? അഞ്ചാമത്തെ എന്താ പ്രവൃത്തി? നമ്മളെ ആക്ടിവിറ്റീസ്. നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ പുതിയ കുട കാണാതായി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ലഘു നാടകം എഴുതി നോക്കൂ. അപ്പൊ ഒരു ഏകദേശം നമ്മളൊരു നാടകത്തിന്റെ രീതിയിലുള്ള ഒരു പാഠഭാഗമായിരുന്നു നമ്മളിപ്പോ പഠിച്ചത് അല്ലെ? ഓരോരാള് രംഗപ്രവേശനം ചെയ്യുന്നു. അപ്പൊ അവരുടേതായ കാര്യങ്ങള് പറയുന്നല്ലേ? അങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചത്. അപ്പൊ അതുപോലെ ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു കുട്ടിയുടെ പുതിയ കുട കാണാണ്ടായി. അപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ലഘു നാടകം നിങ്ങൾ എഴുതി നോക്കാനാണ് പറയുന്നത്. എഴുതി നോക്കിക്കൂടെ? ക്ലാസ് ആണ് ആദ്യത്തെ രംഗം. ഓക്കെ. അപ്പൊ അതില് ആരൊക്കെ വരും? 2-3 കുട്ടികൾ ഉണ്ടാവും അല്ലെ? ക്ലാസ്സിൽ ടീച്ചേഴ്സ് ഉണ്ടാവും ചിലപ്പോ. അപ്പൊ അതൊക്കെ കുടയാണ്, കുട കാണാതായതാണ് തീം. അപ്പൊ അതനുസരിച്ച് ഒരു നാടകം നിങ്ങൾ എഴുതി നോക്കിയേ കേട്ടോ. എഴുതി നോക്കണേ എല്ലാവരും. 1-2 പേര് ചെയ്താ പോരാ. ഓ, എഴുതിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം. എഴുതി വെക്കണേ എല്ലാവരും കേട്ടോ. 3:15 ക്ലാസ് ഉണ്ടാ?
ഇനി ഇന്ന് 3:15 ക്ലാസ് നമുക്ക് ഉണ്ടാവാൻ സാധ്യത, കാരണം ഓൾറെഡി 2 ടീച്ചേഴ്സിന് ക്ലാസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എടുക്കാതെ കേട്ടോ. മിസ് എല്ലാ ദിവസത്തെയും ക്ലാസ് ഇല്ല പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നമുക്ക് ഓൾറെഡി നമ്മുടെ ടൈം ടേബിളിൽ 3 പേർക്ക് ക്ലാസ് സെറ്റ് ചെയ്ത് പോയി അറിയാതെ. അപ്പോൾ 2 ടീച്ചേഴ്സിന് മിസ് വിട്ടുകൊടുത്തതാണ് ആ ക്ലാസ് കേട്ടോ. അപ്പോൾ 2 ടീച്ചേഴ്സും ഉണ്ട്, ഇന്ന് ലീവില്ല. അപ്പോൾ എനിക്ക് സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് ഇടും ഉണ്ടെങ്കിൽ കേട്ടോ. ഗ്രൂപ്പ് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഉണ്ടാവാൻ സാധ്യതയില്ല നമുക്ക്. ഓക്കെ, ഇനി 6ാമത്തെ എന്താണെന്ന് അറിയോ? ക്ലാസ് മീറ്റിംഗിൽ ഈ നാടകം അവതരിപ്പിക്കും. എന്ത്? നിങ്ങൾ എഴുതിയ നാടകം ക്ലാസ് മീറ്റിംഗിൽ അവതരിപ്പിക്കും. അപ്പൊ നമുക്ക് ക്ലാസ്സിലെ സമയത്ത് അല്ലാത്തത് കൊണ്ട് നമുക്ക് ഇതൊന്നും നടക്കുന്നില്ല അല്ലേ? ഓക്കെ, നെക്സ്റ്റ് 7ാമത്തത് ഓർമ്മയിൽ വെക്കാൻ ഒരു ഈരടി. എന്താണ്? എടുത്തുചാട്ടം ശീലിച്ചെന്നാൽ പെരുത്തുകോട്ടം വന്നണയും. അതിന്റെ അർത്ഥം എടുത്തുചാട്ടം അല്ലെ? ഇപ്പൊ നമ്മൾ ഒരു എടുത്തുചാട്ടം കണ്ടു, അതുപോലെ എടുത്തുചാട്ടം എന്താവും? പെരുത്ത് പറഞ്ഞാൽ വലിയ, കോട്ടം നാശം അല്ലെ? നഷ്ടം. നേട്ടം നിലന്റെ ഓപ്പോസിറ്റ് വേർഡാണ് കോട്ടം. അപ്പൊ നേട്ടം കോട്ടം എന്നാണ്. അപ്പൊ കോട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? നഷ്ടം അല്ലെ? നേട്ടം എന്ന് പറഞ്ഞാൽ നല്ലത്. അപ്പൊ കോട്ടം എന്ന് പറഞ്ഞാൽ നഷ്ടം. നമുക്ക് നിങ്ങളെ ആലോചിക്കാതെ എന്തെങ്കിലും എടുത്തുചാട്ടം ശീലിച്ചാൽ എന്തുണ്ടാവും? നമുക്ക് വലിയ നഷ്ടം വന്നു ചേരുമെന്നാണ് ഇതിൽ പറയുന്നത്. പെരുത്തുകോട്ടം വന്നണയും. എടുത്തുചാട്ടം ശീലിച്ചെന്നാൽ പെരുത്തുകോട്ടം വന്നണയും. ഓക്കെ, അപ്പൊ നമ്മുടെ ആ പാഠവും ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പൊ 1, 2, 3 പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഇപ്പൊ മിസ് ഓൾറെഡി തരാനുണ്ട് നമുക്ക് അല്ലേ? പൂമ്പാറ്റേന്റെ മുതൽ ഇങ്ങോട്ട് അത് ഞാൻ ഇന്നോ നാളെയോ ആയിട്ട് നിങ്ങൾക്ക് എന്തായാലും തരാം. ഇനിയിപ്പൊ 2ാം ക്ലാസ് വരെയുള്ള എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകുന്ന തിരക്കായിരുന്നു, അതുകൊണ്ടാണേ. അപ്പൊ അത് നോക്കട്ടെ, അത് കഴിഞ്ഞിട്ടാകുമ്പോ ഞാൻ ആക്കി തരും. ഈ പാഠം ഒന്ന് വായിക്കണ്ടേ? എക്സാം അല്ല, ഇവിടെ 2ാം ക്ലാസ് വരെയുള്ളത്. LKG UKG 1, 2 സ്റ്റാർട്ട് ചെയ്യും 22-ാം തീയതി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കുള്ളൂ. നിങ്ങൾക്ക് ഏപ്രിലോട് കൂടി ക്ലാസ് അവസാനിപ്പിക്കും. മെയ് ലാസ്റ്റ് പോവുമായിരിക്കില്ല, ഏപ്രിലോട് കൂടി അവസാനിപ്പിക്കാനുള്ള ഒരു പ്ലാനിലാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒന്ന് ആ പാഠഭാഗം ഒന്ന് വായിച്ചേ. ആദ്യം ഒരാള് ബീനയാവുക, ശരിക്കും ശ്രദ്ധിച്ച് വായിക്കണം, തെറ്റിക്കരുത്, തപ്പി തടയാൻ പാടില്ല. പിന്നെ ഒരാള് ബാലു ആവുക, പിന്നെ ഒരാള് ബീന, പിന്നെ ആരാ? രഘു ആവുക. ആരാ ബീന? ദേവാഞ്ജന, രഘു. അടുത്തേ യെസ്, ആരാണ് അടുത്ത ആള്? രഘുവും ബീനയും ആയിട്ടു. ഇപ്പം ബാലു ആരാ? ബാലു ഇവിടെ ആഗ്നസ്, ബാലു. അടുത്ത ആൾക്ക് താല്പര്യം ഒന്ന് കൈ പൊക്കി എല്ലാവരും. ആരും ഇല്ലേ? ഷെഫിയാണോ? ആ, ഓക്കെ. അപ്പൊ ആദ്യത്തെ നിങ്ങൾക്ക്, ഇനി അടുത്ത ആക്കുണ്ട് അവസരം. ആരെയും ഞാൻ വെറുതെ വിടുന്നില്ല വായിക്കാതെ. അപ്പൊ ആദ്യത്തേല് ബീന ആരാ? ഓർമ്മിച്ചു നോക്കണേ അവനവൻ. ബീന അൽന, നെക്സ്റ്റ് ബാലു ആഗ്നസ്, പിന്നെ ആരാ? രഘു ദേവാഞ്ജന. നെക്സ്റ്റ് ഷെഫി എന്താണ്? അച്ഛൻ. ഓക്കെ, വായിക്കാൻ തുടങ്ങിക്കോ. സ്റ്റാർട്ട് ചെയ്തോ. ആരാ സ്റ്റാർട്ട് ചെയ്യും? ഞാൻ രംഗം വായിക്കാം. ആദ്യത്തെ ഫസ്റ്റ് ഞാൻ വായിക്കാം. ഗ്രാമപ്രദേശത്തുള്ള ഒരു കർഷകന്റെ വീട്. അതിന്റെ മുൻവശത്ത് 2 ആൺകുട്ടികൾ വഴക്കടിക്കുന്നു. അത് കണ്ട് സഹോദരിയായ ബീന ഓടിയെത്തുന്നു. ഇതാണ് രംഗം. സ്റ്റാർട്ട് ചെയ്തോ. ശബ്ദമുയർത്തി, എന്റെ ചേട്ടന്മാരെ, എന്തിനാ ഇങ്ങനെ തമ്മിത്തല്ലുന്നേ? 2 പേരും പിടിവിട്ട് മാറിക്കേ. ദേഷ്യപ്പെട്ട്, നീ നിന്റെ പണി നോക്ക്. ഇവനെ ഇന്ന് ശരിപ്പെട്ടിട്ട് തന്നെ കാര്യം. പിടിവെള്ളി രഘുവിനോടായി. രഘുവേട്ട, ഒന്ന് പിടിവിട്ടു മാറൂ. മാറി നിൽക്ക്. അവർ രണ്ടുപേരെയും പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു, സാധിക്കുന്നില്ല. ഞാൻ കളിമണ്ണ് കൊണ്ട് ഒരു കൊമ്പനാനെ ഉണ്ടാക്കി. ഇവൻ ഇത് ഒടിച്ചു കളഞ്ഞു. ഞാനല്ല അതുടച്ചതെന്ന്
അതെ, നീ തന്നെയാണ് അത് നശിപ്പിച്ചത്. നിന്നെ ഞാൻ വെറുതെ വിടില്ല. ബീന വാവിട്ട് കരയുന്നു. അടുത്ത. അതിന് നീ എന്തിനാ കരയുന്നേ? നിങ്ങൾ ഇങ്ങനെ തല്ല് കൂടുന്നത് കണ്ടാൽ എങ്ങനെ കരയാണ്ടിരിക്കും? ചേട്ടന്റെ തത്തക്കൂട് ദാ താഴെ വീണ് കിടക്കുന്നേ. അത് കേട്ട് രഘു തല നിവർത്തി ഓടി നോക്കി ഓടുന്നു. നന്നായി ഓള്, നന്നായി. എന്തിനാ ബാലേട്ട, നമ്മള് സഹോദരങ്ങളല്ല. ബീനെ, നിനക്കറിയാമോ മണ്ണു കിട്ടാൻ ഞാൻ എത്ര ഓടിന്നോ. എന്നിട്ട് എത്ര കഷ്ടപ്പെട്ടിട്ട് ആ കൊമ്പനാനെ ഉണ്ടാക്കിയത്. അതവൻ തട്ടി നശിപ്പിച്ചില്ലേ? അത് നശിപ്പിച്ചത് രഘുവേട്ടനല്ല, പിന്നെ അത് നമ്മുടെ പട്ടി ചെയ്ത പണിയാ. ഞാൻ കണ്ടതാ. വിശ്വാസനാകാതെ നെറ്റി ചുളിച്ചു നേരോ. എന്തൊരു കഷ്ടമാണ്. നിനക്കതിനെ കല്ല് ഓടിക്കായിരുന്നില്ലേ? ഞാൻ ഓടിച്ചു. അപ്പോഴേക്കും അത് കൊമ്പനാനെ തട്ടിത്തെറിപ്പിച്ചിരുന്നു. ഈ സമയം ദേഷ്യപ്പെട്ട് രഘു വരുന്നു. ബാലുവിനോടായിട്ട് രഘു പറയാണ്, എന്റെ തട്ടക്കൂട് നീ തല്ലി പൊളിച്ചു അല്ലേടാ? നീ കണ്ടോ? ഞാൻ കൊമ്പനാനെ തകർക്കുന്നത് നീ കണ്ടോ? കുറ്റബോധത്തോടെ ബാലു. കേൾക്കുന്നില്ല. മ്യൂട്ട് ചെയ്ത് അവിടെ വെക്ക് മോളെ. കുറ്റബോധത്തോടെ നമ്മുടെ പട്ടിയാണ് അത് തട്ടി തകർത്തതെന്ന് ഞാൻ ഇപ്പോഴാ അറിഞ്ഞത്. ഞാനത് കണ്ടതാ. അതിന്റെ പക വീട്ടാനല്ലേ നീ എന്റെ തട്ടക്കൂട് തകർത്തത്? ഞാനല്ല. മ്യൂട്ടാണ്, ആഗ്നസ് മ്യൂട്ടാണ്. ആഗ്നസ്, ഞാനല്ല അത് ചെയ്തത് എന്ന് പറ. ഞാനല്ല അത് ചെയ്തത്, ഞാനല്ല. പിന്നെ ആരാണ്? അത് കേട്ട് അച്ഛൻ വരുന്നു. അച്ഛൻ വായിച്ചോ. അടുത്ത അച്ഛൻ ആരാ? ഷെഫിയല്ലേ അച്ഛൻ? അതിന് കാരണക്കാരൻ. എന്റെ തട്ടക്കൂട് അച്ഛൻ നശിപ്പിച്ചെന്നോ? മനഃപൂർവ്വമല്ല മോനെ. വിറകുപുരയിൽ നിന്ന് വിറക് എടുത്തപ്പോൾ തത്തക്കൂട്ടിൽ വീണതാ. കൂട് പൊട്ടി താഴെ വീണുപോയി. എന്തായാലും തത്തയ്ക്കൊന്നും പറ്റിയില്ല. ഭാഗ്യം, അത് പറന്നുപോയി. പറയട രംഗു, കിളിക്കൂട് ഞാനാ നശിപ്പിച്ചേ. കൊമ്പനാനെ ഞാനല്ല ഉടച്ചതെന്ന് ബീന പറഞ്ഞില്ലേ? ബാലേട്ടൻ കളിമണ്ണുണ്ടാക്കിയ കൊമ്പനാനെ നമ്മുടെ പട്ടി തട്ടിക്കളഞ്ഞു. അത് രഘുവേട്ടൻ ചെയ്തതൊന്നും പറഞ്ഞ് രണ്ടും കൂടി തല്ലിടുവായിരുന്നു. ആരും കുറ്റം ചെയ്തിട്ടില്ല. കാര്യം അറിയാതെ ആരിലും കുറ്റം ചുമത്തരുത്. അതാ കുഴപ്പം. കുറ്റം ചെയ്തവനെ കുറ്റക്കാരനായി വിധിക്കരുത്. രംഗുവിന്റെ നേരെ നോക്കി എന്നോട് ക്ഷമിക്കട രംഗു. ചേട്ടൻ എന്നോട്. അച്ഛൻ സന്തോഷഭാവത്തിൽ പുഞ്ചിരിച്ച് രണ്ടുപേരെയും തോളത്ത് കൈവെക്കുന്നു. കുറച്ചുകൂടി നല്ല നീറ്റായി വായിക്കണം കേട്ടോ. ഇനി എങ്ങനെയാണ് നമ്മൾ രണ്ടാളും എങ്ങനെയാ സംസാരിക്കുക? ഒരാൾ സംസാരിച്ച് ഉടനെ സംസാരിക്കണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? മ്യൂട്ടെല്ലാം ചെയ്ത് വെച്ച് നല്ല നീറ്റ് വേഗം റെഡി ആവണം. അപ്പൊ അടുത്ത ആരാ 4 പേര് വായിക്കുന്നത്? ഒന്ന് ഫാത്തിമ മെഹഫൂസ. ഇപ്പം വായിക്കാത്ത 4 പേരാണ്. ഒന്ന് ഫാത്തിമ മെഹഫൂസ, 2 ആദിദേവ്, 3 സൂര്യദേവ്, നെക്സ്റ്റ് ആരോൾ. ഇനി അടുത്ത ഒരു ട്രിപ്പും കൂടി നമുക്ക് വായിക്കാം കേട്ടോ.
ഇപ്പൊ 4 പേര് ആരൊക്കെയാ ഓർമ്മയുണ്ടോ എല്ലാവർക്കും? അപ്പൊ ആരാ ഇതില് ബീനയാവുന്നേ? ഫാത്തിമ. ഓക്കെ, നെക്സ്റ്റ് ബാലു ആര്? അടുത്തത് രഘു. രഘു ആരാ? സൂര്യദേവ്. ഓക്കെ, ആദിദേവ് അച്ഛൻ. വായിച്ചോ. ഫസ്റ്റ് മുതൽ വായിച്ച് ഓർമ്മിക്കണം അവനവന്റെ സ്ഥാനം എന്താണെന്ന്, ആരാണെന്ന്. പെട്ടെന്ന് പെട്ടെന്ന് വായിക്കണം, നല്ല നീറ്റില്. ഒരു നാടകമാണെന്ന് തോന്നണം. മിസ് തുടങ്ങിത്തരാം. ഗ്രാമപ്രദേശത്തുള്ള ഒരു കർഷകന്റെ വീട്. അതിന്റെ മുൻവശത്ത് 2 ആൺകുട്ടികൾ വഴക്കടിക്കുന്നു. അത് കണ്ട് സഹോദരിയായ ബീന ഓടിയെത്തുന്നു. ഇതാണ് രംഗം. സ്റ്റാർട്ട് ചെയ്തു. ആദ്യം മ്യൂട്ട് ചെയ്ത് വെക്കണം. ശബ്ദമുയർത്തി. എന്റെ ചേട്ടന്മാര് എന്തിനാ ഇങ്ങനെ തമ്മിൽ തല്ലുന്നത്? 2 പേരും പിടിവിട്ടു മാറിക്കേ. അടുത്ത ബീന. പിടിവിനോടായി ഒന്ന് പിടിവിട്ടു മാറി നിൽക്ക്. അവൾ 2 പേരെയും പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു, സാധിക്കുന്നില്ല. ഞാൻ കളിമണ്ണ് കൊണ്ട് ഒരു കൊമ്പനാനെ ഉണ്ടാക്കി. ഇവനത് ഉടച്ചു കളഞ്ഞു. രഘു. രഘു വായിച്ചോ? രഘു, ഞാനല്ല അത് ഉടച്ചെന്ന് പറഞ്ഞില്ലേന്ന് വായിച്ചോ? പറഞ്ഞില്ല, വായിച്ചോ? അടുത്താള്. നീ തന്നെ അത് നശിപ്പിച്ച്. നിന്നെ ഞാൻ വെറുതെ അതിന് നീ എന്നാ കഴിയുന്ന? നിങ്ങൾ എങ്ങനെ തല്ലിടുന്നതു കണ്ടാൽ എങ്ങനെ കരയാണ്ടിരിക്കും? കണ്ണ് തുടിച്ചിട്ട്. രഘുവേട്ട, ചേട്ടന്റെ തച്ചക്കൂട് ദാ താഴെ വീണ് കിടക്കുകയാണ്. അത് കേട്ടിട്ട് വായിക്കണ്ട കേട്ടോ. അടുത്ത്. എന്തിനാ ബാലേട്ട, നമ്മൾ സഹോദരങ്ങളല്ലേ? നിനക്കറിയാമോ, കളിമണ്ണ് ഞാൻ എത്ര ഓടിയിരുന്നു. എന്നിട്ട് എത്ര കഷ്ടപ്പെട്ട കൊമ്പനാനെ നശിപ്പിച്ചില്ലേ? നശിപ്പിച്ചത് രഘുവേട്ടനല്ല, പിന്നെ അത് നമ്മുടെ പട്ടി ചെയ്ത പണിയാ. ഞാൻ കണ്ടതാ. അപ്പൊ വിശ്വസിക്കാനാണ് വിളിച്ചിട്ട് ബാലു പറയുന്നു. എന്താ പറയുന്നത് ബാലു? എന്തൊരു കഷ്ടമാണ് നിനക്കതിനെ കല്ലെറിഞ്ഞോടിക്കായിരുന്നില്ലേ? ഞാൻ ഓടിച്ചു. അപ്പോഴേക്കും അത് കൊമ്പനാനെ തട്ടിത്തെറിപ്പിച്ചിരുന്നു. ഈ സമയം ദേഷ്യപ്പെട്ട് രഘു വരുന്നു. ഇനി രഘുവിൻ്റെതാണ്. രഘു ബാലുവിനോടായിട്ടാണ് സംസാരിക്കുന്നത്. നീ തല്ലിപ്പൊളിച്ചു അല്ലടാ? നീ കണ്ടോ? നമ്മുടെ പട്ടിയാണ് അത് തട്ടി തകർത്തതെന്ന് ഞാനിപ്പോഴാ അറിഞ്ഞത്. ഞാനത് കണ്ടതാ. അതിന്റെ പക വീട്ടാൻ നല്ല നീ എന്റെ തത്തക്കൂട് തകർത്ത്. ഞാനല്ല അത് ചെയ്തത്. ഞാനല്ല. അടുത്ത. പിന്നെ ആരാണ് രഘു ചോദിക്കുന്നത്. അത് കേട്ട് അച്ഛൻ വരുന്നു. അടുത്ത അച്ഛൻ. ഞാനാണ് കാരണക്കാരൻ.
അടുത്തതാ അച്ഛൻ. മനഃപൂർവമല്ല മോനെ, വിറകുപുരന്ന് വിറകെടുത്തപ്പോ തെറിച്ചു തത്തക്കൂടിൽ വീണതാ. കൂട് പൊട്ടി താഴെ വീണുപോയി. എന്തായാലും തെക്ക് ഒന്നും പറ്റിയില്ല, ഭാഗ്യം, അത് പറന്നുപോയി. പറയടാ രഘു, കിളിക്കൂട് ഞാൻ നശിപ്പിച്ച. പറഞ്ഞില്ലേ ബാലേട്ടാ, കളിമണ്ണുണ്ടാക്കിയ കൊമ്പനാനയെ നമ്മുടെ പട്ടി തട്ടിക്കളഞ്ഞു. അത് രഘുവേട്ടൻ ചെയ്തതാണെന്ന് പറഞ്ഞ് രണ്ടും കൂടി തല്ലിടുമായിരുന്നു. ആരും കുറ്റം ചെയ്തിട്ടില്ല. കാര്യമറിയാതെ ആരിലും കുറ്റം ചുമത്തരുത്. അതാ കുഴപ്പം. കുറ്റം ചെയ്യാത്തവനെ കുറ്റക്കാരനായി വിധിക്കരുത്. എന്നോട് ക്ഷമിക്കടാ രഘു. ഏട്ടൻ എന്നോടും. അച്ഛൻ സന്തോഷഭാവത്തിൽ പുഞ്ചിരിച്ച് രണ്ടുപേരുടെയും തോളത്ത് കൈവെക്കുന്നു. അപ്പൊ വായിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ബെറ്റർ ആക്കണം കേട്ടോ. ഇനി വായിക്കുമ്പം എങ്ങനെയാ നമ്മൾ രണ്ടാളും എങ്ങനെയാ സംസാരിക്കുക? ജസ്റ്റ് ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത് വെച്ചോ. അപ്പോ ആദ്യം ബീന സംസാരിക്കും, ശബ്ദം ഉയർപ്പിച്ചാണ് സംസാരിക്കും. അപ്പൊ കുറച്ച് സൗണ്ടില് ഇങ്ങനെയാ, എന്റെ ചേട്ടന്മാരെ എന്തിനാ ഇങ്ങനെ തമ്മി തല്ലുന്നേ, രണ്ടുപേരും പിടിവിട്ട് മാറിക്കേ എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് അടുത്ത ആള് പറയേണ്ടത്? ദേഷ്യപ്പെട്ടതൊന്നും വായിക്കണ്ട. ബാലു അപ്പൊ ദേഷ്യപ്പെട്ടിട്ട് പറയുന്നത് നമുക്ക് പറഞ്ഞു തന്നെയാണ് കേട്ടോ. അപ്പൊ എന്താ ചെയ്യാ, നീ നിന്റെ പണി നോക്ക്, ഇവരെ ഒന്ന് ശരിപ്പെടുത്തിയിട്ട് കാര്യം എന്ന് പറയുന്നല്ലേ. അപ്പൊ അടുത്ത ആള് ബീന പറയുന്നത് എന്ത്? രഘുവേട്ടാ ഒന്ന് പിടിവിട്ട് മാറി നിൽക്ക് എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെ നിങ്ങൾ വായിക്കണം. അപ്പൊ അടുത്ത 4 പേര് ആരാണ് ഇതുവരെ ഇപ്രാവശ്യം വായിക്കാത്തവര്? അപ്പൊ ആഷിൻ, നെക്സ്റ്റ് ബിജു, കൃപാമേരി, ആൻഡ്രോസ് പ്രിൻസ്, അല്ല ക്രിസ്റ്റി സിൻഡോ. ആൻഡ്രോസിനെ കാണുന്നില്ല, അതുകൊണ്ട് ക്രിസ്റ്റി സിൻഡോ. ഓക്കെ. അപ്പൊ ആരൊക്കെയാണ്? ആഷിൻ എന്താവുന്നേ? ബാലു. നെക്സ്റ്റ് കൃപാമേരി, ബീന. അടുത്ത എബിൻ, ബിജു, രഘു. ഓക്കെ. അച്ഛനായിട്ട് ക്രിസ്റ്റി സിൻഡോ. വായിച്ചോ. അപ്പൊ ഓർക്കണം അവരവരുടെ റോൾ എന്താണെന്ന്. അതുപോലെ തന്നെ എത്രയും നീറ്റിൽ വായിക്കാൻ ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ചെയ്യാ മിസ്, സ്റ്റാർട്ട് ചെയ്ത് തരാം. ഗ്രാമപ്രദേശത്തുള്ള ഒരു കർഷകന്റെ വീട്. അതിന്റെ മുൻവശത്ത് 2 ആൺകുട്ടികൾ വഴക്കടിക്കുന്നു. അത് കണ്ട് സഹോദരിയായ ബീന ഓടിയെത്തുന്നു. എന്റെ ചേട്ടന്മാരെ എന്തിനാ ഇങ്ങനെ തമ്മിൽ തല്ലുന്നേ? രണ്ടുപേരും പിടിവിട്ട് മാറിക്കേ. ദേഷ്യപ്പെട്ട് നീ നിന്റെ പണി നോക്ക്. ഇവൻ എന്നെ ശരിപ്പെടുത്തിയ കാര്യം. പിടവലി തുടരുന്നു. രഘുവേട്ട ഒന്ന് പിടിവിട്ട് മാറി നിൽക്ക്. അവൾ രണ്ടുപേരെയും പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. അടുത്ത ബാലു. ഞാൻ കളിമണ്ണ് കൊണ്ട് ഒരു കൊമ്പനാനെ ഉണ്ടാക്കി. അവൻ ഒടിച്ചു കളഞ്ഞു. ഞാനല്ല അത് ചെയ്തതെന്ന് പറഞ്ഞില്ലേ? അതെ, നീ തന്നെയാണ് അത് നശിപ്പിച്ചത്. പിന്നെ ഞാൻ വെറുതെ വിടില്ല. അപ്പൊ ബീന കഴിയല്ലേ. ഇനി രഘു പറയുന്നതാണ് അടുത്ത രംഗം. രഘു, അതിന് നീ എന്തിനാ കരയുന്നേ? നിങ്ങൾ ഇങ്ങനെ തല്ലിടുന്നത് കണ്ടാൽ എങ്ങനെ കരയാണ്ടിരിക്കും? രഘുവേട്ട, ചേട്ടന്റെ തത്തക്കൂട് താഴെ വീണു കിടക്കണ്. നെക്സ്റ്റ് ബാലു. നന്നായേ ഉള്ളൂ. ഓക്കെ. അടുത്ത ബീന. എന്തിനാ നമ്മള് സഹോദരങ്ങളല്ലേ? നെക്സ്റ്റ് ബാലു. ബീനെ, നിനക്കറിയാമോ കളിമണ്ണ് കിട്ടാൻ ഞാൻ എത്ര ഓടിനോ?
എന്നിട്ട് എത്ര കഷ്ടപ്പെട്ട ആ കൊമ്പനാനെ ഉണ്ടാക്കിയത്. അതവൻ തട്ടി നശിപ്പിച്ചില്ലേ? അത് നശിപ്പിച്ചത് രഘുവേട്ടനല്ല. പിന്നെ അത് നമ്മുടെ പട്ടി ചെയ്ത പണിയാ, ഞാൻ കണ്ടതാ. വിശ്വസിക്കാനാകാത്ത നെറ്റി ചുളിച്ച് നേരം എന്തൊരു കഷ്ടമാണ്. നേരം എന്തൊരു കഷ്ടമാണ്. നിനക്കതിനെ ഞാൻ ഓടിച്ചു, അപ്പോഴേക്കും അത് കൊമ്പനാന തട്ടിത്തെറിപ്പിച്ചിരുന്നു. ഈ സമയം ദേഷ്യപ്പെട്ട് രഘു വരുന്നു. ബാലുവിനോടായി, എന്റെ തത്തക്കൂട് നീ തല്ലി പൊളിച്ചു അല്ലേടാ. നീ കണ്ടോ? ഞാൻ കൊമ്പനാനയെ തകർക്കുന്നത് നീ കണ്ടോ? കുറ്റം ബോധത്തോടെ ഞാനിപ്പോൾ അറിഞ്ഞത്. ഞാനത് കണ്ടതാ. അതിന്റെ പക വീട്ടാനല്ലേ നീ എന്റെ തത്തക്കൂട് തകർത്തത്? ഞാനല്ല അത് ചെയ്തത്, ഞാനല്ല. പിന്നെ ആരാണ്? അത് കേട്ട് അച്ഛൻ വരുന്നു. അച്ഛന്റെയാണ് ഇനി സംസാരം. ഞാനാണ് അതിന് കാരണക്കാരൻ. ഓക്കെ, നെക്സ്റ്റ്. എന്റെ തത്തക്കൂട് അച്ഛൻ നശിപ്പിച്ചെന്നോ? മനഃപൂർവ്വമല്ല മോനെ. വിറകുപരേന്ന് വിറകെടുത്തപ്പോൾ തെറിച്ച് തത്തക്കൂട്ടിൽ വീണതാ. കൂട് പൊട്ടി തത്ത താഴെ വീണുപോയി. എന്തായാലും തത്തയ്ക്കൊന്നും പറ്റിയില്ല, ഭാഗ്യം. അത് പറന്നുപോയി. പറയടാ രഘു, കിളിക്കൂട് ഞാനാ നശിപ്പിച്ചേ. കൊമ്പനാനയെ ഞാനല്ല ഉടച്ചതെന്ന് ബീന പറഞ്ഞില്ലേ? ബാലേട്ടൻ കളിമണ്ണോണ്ടുണ്ടാക്കിയ കൊമ്പനാനെ നമ്മുടെ പട്ടി തട്ടിക്കളഞ്ഞു. അത് രഘുവേട്ടൻ ചെയ്തതാന്നും പറഞ്ഞ് രണ്ടും കൂടി തല്ലിടെ. ചെയ്തിട്ടില്ല. കാര്യമറിയാതെ ആരിലും കുറ്റം ചുമത്തരുത്. കുറ്റം ചെയ്യാത്തതിനെ കുറ്റക്കാരനാക്കി വിധിക്കരുത്. നേരെ നോക്കിയിട്ട് ബാലു പറയുന്നു. എന്താ ബാലു പറയുന്നത്? എന്നോട് ക്ഷമിക്കടാ രഘു. രഘുവിന്റെ നേരം നോക്കി എന്നോട് ക്ഷമിക്കടാ രഘു. ചേട്ടൻ എന്നോടും. മനസ്സിലായോ? അപ്പൊ അച്ഛൻ സന്തോഷഭാവത്തില് പുഞ്ചിരിച്ച് രണ്ടുപേരുടെയും തോളത്ത് കൈവെക്കും. അപ്പൊ എന്ത് ചെയ്യാ? അടുത്ത ക്ലാസ്സിലേക്ക് ഇത് നല്ലപോലെ വായിച്ചു പഠിക്കണേ. ഓക്കെ, ആ ക്വസ്റ്റ്യൻസിന് മിസ് സെൻഡ് ചെയ്യാൻ നോക്കാൻ പറ്റുന്ന എത്ര വേഗം കേട്ടോ. ഓക്കെ, ബൈ ബൈ, സി യു. കാണൂലല്ലോ.